നമസ്കാരം. കോമഡി സൂപ്പർ നൈറ്റിന്റെ പുത്തൻ ചിരി കാഴ്ചകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമൂട്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. 2016 പിറന്നത് നമുക്ക് നല്ലൊരു സന്തോഷ വാർത്ത തന്നുകൊണ്ടാണ്. സാഫ് ഗെയിംസിൽ അഫ്ഗാനിസ്ഥാന്റെ ഫുട്ബോൾ ടീമിനെ ഇന്ത്യൻ ടീം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അത് കായിക പ്രേമികൾക്ക് ശരിക്കും സന്തോഷമുള്ള ഒരു വാർത്തയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ 2016 തുടക്കത്തിൽ തന്നെ ഒരു ദുഃഖവാർത്ത കൂടി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ പത്താൻകോട് ഭീകരാക്രമണത്തിൽ ഒരുപാട് ധീര ജവാന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു. ആ ധീര ജവാന്മാർക്ക് കോമഡി സൂപ്പർ നൈറ്റിന്റെ ബിഗ് സല്യൂട്ട്, ആദരാഞ്ജലികൾ നേരുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് നിരഞ്ജൻ കുമാർ, നമ്മുടെ മലയാളിയാണ്, പാലക്കാടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. ഇനി 2016 വിശേഷം എന്ന് പറയുമ്പോൾ എനിക്കാ പറയാനുള്ളത്. സുരാജേട്ടാ, 2 കൺട്രീസ് പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിപൊളി, തകർത്തു. സുരാജേട്ടൻ ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു 2 കൺട്രീസ്, ഇനി വരാൻ പോകുന്ന ഷാഫി സാറിന്റെ തകർപ്പൻ പടം, ദിലീപേട്ടൻ എനിക്ക് നല്ല വേഷമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറയുള്ളൂ സുരാജേട്ടാ, പതിവ് പോലെ തള്ളുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതങ്ങനെയല്ല, ശരിക്കും പൊളിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോഴെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, സത്യസന്ധമായിട്ടുള്ള കാര്യമേ സിനിമയെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഞാൻ പറയാറുള്ളൂ. അനുഭവമല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. 2 കൺട്രീസ് ബമ്പർ ഹിറ്റിലേക്കാക്കിയ എല്ലാ പ്രേക്ഷകർക്കും എന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ദിലീപേട്ടന്റെ, മമതയുടെയും ഷാഫി സാറിന്റെ ഒക്കെ പുറകെ ഇങ്ങനെ വരും. സുരാജേട്ടന്റെ ഒരു വേഷം എടുത്തു പറയേണ്ടതാണ്. നന്നായിട്ട് പെർഫോം ചെയ്തു. എങ്ങനെയുണ്ട് എന്റെ ഇൻട്രൊഡക്ഷൻ? അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്താണ് എന്റെ ഇൻട്രൊഡക്ഷൻ? അശ്വതി തള്ളല്ലേ? ആദ്യമേ വന്ന് പറയാണ് ഞാനിത് കണ്ട് സൂപ്പർ ആയിരുന്നു. ശരിക്കും പറയാം, എന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്? എന്റെ ഇൻട്രൊഡക്ഷൻ പറ. ദുബായിൽ പടം റിലീസ് ആയില്ല, ഞാൻ ഇന്നിപ്പോ രാവിലെ വന്നല്ലേ ഉള്ളൂ. തള്ളണ് എന്റെ അമ്മോ, വന്ന് കയറിയില്ല. 2010 അങ്ങനെയൊന്നും പ്രൊമോഷൻ പറയാം. സത്യസന്ധമായിട്ട് ദുബായിൽ ഇനിയിപ്പോ ഉടനെ 6-ാം തീയതി എനിക്ക് തോന്നുന്നു ദുബായിൽ റിലീസാണ്. അപ്പൊ എന്തായാലും നല്ല പടമാണ്, പിന്നെ എല്ലാരും പോയി കാണാം. 2016 നമ്മുടെ സമൂഹം ശരിക്കും ഉറ്റുനോക്കുന്ന ഒരു വർഷം കൂടിയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2016 അതെ, വലകിൽ വീണ കിളികളാണു നാം. അപ്പൊ നിയമസഭാ ഇലക്ഷൻ വരുന്നു. മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത്, ഒരുപാട് വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം മെട്രോ, കൊച്ചിൻ മെട്രോ ഒന്ന് ഓടിത്തുടങ്ങും. ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടെങ്കിലും 2016 ഒന്ന് അനങ്ങിത്തുടങ്ങും. അത് നമുക്ക് കാണാം എന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ സന്തോഷം നിറഞ്ഞ, പൊതുവെ സന്തോഷം നിറഞ്ഞ വർഷമാണ് 2016. വാരബലായി പോയാ പറഞ്ഞു. കമ്പോല നിലവാര ബുള്ളറ്റിൻ ആരംഭിച്ചിരിക്കുകയാണ്. അശ്വതി തൊണ്ടോട് കൂടിയത് 300 രൂപ, തൊണ്ടില്ലാത്തത് തൊണ്ട് കളഞ്ഞിട്ട്. അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. സുരാജേട്ടൻ തൊലി നല്ല കട്ടി കൂടിയത് 5 രൂപ, വെറും 5 രൂപ. ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആരാ ഇന്നത്തെ അതിഥി? അതിഥി എന്ന് പറയുമ്പോ ഇത് ഒരു അതിഥിയല്ല ചേട്ടാ, ഒരു 1.5 അതിഥികളാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ 1.5 അതിഥിയാണോ അതോ ഒരു 2-2.5 അതിഥിയാണോ എന്ന് നമുക്ക് എല്ലാവർക്കും കാണാം. മിമിക്രിയുടെ, എനിക്കേറെ അഭിമാനത്തോടു കൂടിയാണ് ആ 2 കലാകാരന്മാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മിമിക്രിയുടെ കുലപതി, മിമിക്രിയുടെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം സ്വന്തം അബീക്കായും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം സുഹൃത്തു കൂടിയായ രാജാ സാഹിബും. का तुमका बताई अब का समझाई, बड़ी दुर्घटना है, मुश्किल बचना है। चला ऐसा झक्कर उठी ऐसी आंधी, बड़ी हमका करनी बड़ी कूदा फांदी, बड़ी लंबी चौड़ी हुई भागा दौड़ी, दिन रात जो हमने जाग जाग की ऐसी भागम भाग कि हम कभी आ गए, कभी हुआ गए, कभी आ गए, कभी हुआ गए, कभी इधर भगे, कभी उधर भगे, फिर तुमने दिया ये पान तो आई हमरी जान में जान, तो आई हमरी जान में जान, तो आई हमरी जान में जान। ओ खई के पान बनारस वाला, ओ खई के पान बनारस वाला, खुली जाए बंद अकल का ताला, ओ खई के पान बनारस वाला, खुली जाए बंद अकल का ताला, फिर तो ऐसा करे कमाल, सीधी कर दे सबकी चाल, ओ छोरा गंगा किनारे वाला, ओ छोरा गंगा
രണ്ടുപേർക്കും നമസ്കാരം. കോമഡി സൂപ്പർ നൈറ്റിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടു കൂടി നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര അഭിമാനവും കൂടെ തോന്നുകയാണ്. അഭിമാനവും അഭിയല്ല, ആ അഭിമാനമല്ല. ഇല്ല, നേരത്തെ അന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ രണ്ടുപേരുടെയും കണ്ട അതേ രൂപം തന്നെയാണ് ഇപ്പം. മെലിഞ്ഞിട്ടുമില്ല, തടിച്ചിട്ടുമില്ല. ഇക്കാണെങ്കിൽ കുറച്ചുകൂടി ചെറുപ്പമായെന്ന് തോന്നുന്നു. ഇതിപ്പോ ദൂരെ നിന്ന് വൈഡ് എങ്ങാനും ബക്കിയാണെങ്കിൽ ഉണ്ടല്ലോ 10 എന്ന് എഴുതിയ പോലെയാ. എന്നെ പരിചയമുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടെയോ നല്ല പരിചയമുള്ളവരെ. ഈ പ്രോഗ്രാം തുടങ്ങിയ കാലം മുതൽ ഞാൻ എവിടെ നല്ല പരിചയം. മനസ്സിലായോ? സിനിമയിലല്ല, സീരിയലിലോ ഇല്ല. എവിടെയോ നല്ല പരിചയമുണ്ട്. ആണോ? എന്താ എന്താ ദുബായിൽ വെച്ചാണോ? ദുബായിൽ. എവിടെ? ദുബായിൽ റേഡിയോയിൽ വർക്ക് ചെയ്തു. അതാണ് മുഖപരിചയം. റേഡിയോ. ദുബായ് റേഡിയോയിൽ നല്ല മുഖപരിചയം തോന്നി. ഈ ഫിഗറിൽ ആദ്യം ഒരു തരംഗം കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മമ്മൂക്കാടെ ഫിഗറിൽ ഇങ്ങോട്ട് വരും. മറ്റേ പുത്തൂരം വീട്ടിൽ ചതിയൻ ചന്തുവായിട്ട് എൻ്റെ പൊന്നിക്ക പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ, ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയാം, ഈ മമ്മൂക്ക ഡബിൾ വേഷം ഉണ്ടെങ്കിൽ ഒന്ന് ഇക്കാക്ക് അഭിനയിച്ചൂടെ? രണ്ടുപേർക്കും കൂടെ ഇല്ലക്ക, എൻ്റെ അമ്മ സത്യമായിട്ട്. ഞാൻ സുരാജിനെ കണ്ട സംഭവം പറയാം. ഞാൻ ജഗപൊക എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഡൂപ്പുകളെ വെച്ചിട്ട്, അതെ, അത് എന്നെ വെച്ച് പ്ലാൻ ചെയ്താണ് ഇദ്ദേഹം, ഈ ഡയറക്ടർ. അപ്പൊ ഞാനിങ്ങനെ വേണം വേണ്ടാക്കി ഡബ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോ ചെല്ലുമ്പോൾ, സ്റ്റുഡിയോ അത് ഇത്ര ഉള്ളു സ്റ്റുഡിയോ, കുളിമുറിയുടെ എത്ര വലിപ്പമുള്ള സ്റ്റുഡിയോ, അതിനകത്ത് എല്ലാം ഉണ്ട്. അതിനിടയിൽ ഒരു ചെമ്മീൻ പോലെ ഒരു സാധനം വളഞ്ഞു കിടപ്പുണ്ട്. അത് ഇദ്ദേഹമായിരുന്നു. ആ വളഞ്ഞു കിടന്ന് ഉറങ്ങുക, എന്തോ 2-3 പ്രോഗ്രാം കഴിഞ്ഞ് ഡബ് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കണു, എന്തൊരു കഷ്ടപ്പാടാണ്. അന്ന് അങ്ങനെ വളഞ്ഞു കിടന്നുകൊണ്ട് ഇന്ന് ഇങ്ങനെ നിവർന്നു നിൽക്കുന്നു അല്ലേ? അതുപോലെ ആവണം എല്ലാവരും. കുറച്ച് സമയമായിട്ട് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. എന്താണ്? എനിക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് നടക്കുന്നത് എന്താന്ന് കാണാൻ പറ്റില്ല. ഞാൻ മാറിക്കാം. നിങ്ങൾ മുന്നോട്ട് കയറിയുന്നുള്ളൂ. ശരി, അപ്പൊ ഇനി ചോദിക്കാം. ഞങ്ങൾ പിന്നോട്ടാക്കാം. ഒരുപാട് ഗൾഫ് ഷോസ് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ കാണുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മൾ അവിടെയാണ് കാണാറ് അല്ലെ? ഗൾഫ് രാജ്യം പരിചയമുണ്ടെന്ന് പറഞ്ഞ അശ്വതി ദുബായിലല്ലേ? അതെ. ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരുമിച്ച് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് സുരാജേട്ടന്റെ കൂടെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും, നമുക്ക് സുരാജേട്ടന്റെ കഥകളാണ് വേണ്ടത്. ശരിക്കും ഇപ്പൊ ഇത്ര നേരം ഞങ്ങളെ അങ്ങോട്ട് പൊക്കി, ഇനിയിപ്പോ തിരിച്ച് സുരാജിനെ അങ്ങോട്ട് പൊക്കുന്ന സംഭവം അങ്ങോട്ട് എന്തോ വളഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ? ഇല്ല, ഈ പരിപാടി കഴിയുമ്പോൾ പ്രോബ്ലംസ് തുടങ്ങും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഗൾഫ് പ്രോഗ്രാംസിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ വന്നിട്ട് എന്നെ ഒരു ഗൾഫ് പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ, രാജേട്ട എന്നെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് വളരെയധികം വേറൊരു പയ്യൻ പാസ്പോർട്ടൊക്കെ 2 എണ്ണമായി. കാര്യം അന്ന് എടുത്ത് പിന്നെ രണ്ടാമത് അതിനകത്തൊന്നും അടിച്ചില്ല, രണ്ടാമത്തെ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ വന്നിട്ട്, അപ്പം നമ്മളിങ്ങനെ പോയി വന്ന് ഫ്രീക്വൻ്റായിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് സംഭവം റെഡി ആയപ്പോഴത്തേക്ക് ഈ ആളിനെ നമ്മൾ കൊണ്ടുപോകാൻ, പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, ചൂണ്ടിക്കാണിക്കാം, സുരാജ് വഞ്ഞാറമ്മൂട്. ഈ പ്രോഗ്രാമിന് നമ്മൾ ഐറ്റംസ് എല്ലാം നോക്കി വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കാണ് സുരാജ് നടന്നു വരുന്നത്. ഞാൻ ചോദിച്ചേടാ, നീ എന്താ ഇങ്ങനെ വരുന്നത്? എന്നാ എന്താണ്? അല്ല, നീ ലഗേജ് ഒന്നും കൊണ്ടുവന്നില്ലേ? ലഗേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോക്കി. അപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് അതൊന്നും അല്ല എണ്ണ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് ഒരു കിറ്റ്, 50 പൈസയുടെ പ്ലാസ്റ്റിക് കിറ്റ്. ആ ഗൾഫ് പ്രോഗ്രാം ഉള്ളതാണെന്ന് പോലും എനിക്കറിയില്ല. ഗൾഫ് പ്രോഗ്രാം 2 കൽപ്പിച്ച് പോകണം. അന്ന് 50 പൈസയുടെ ഒരു കവറില്ലേ, അങ്ങനെ നിസ്സാരമായിട്ട് കരുതരുത്. അപ്പൊ അതാണ് ലഗേജ് എന്ന് പറഞ്ഞിട്ട് ഇത് ഞാനപ്പോ ആൾക്കാരിങ്ങനെ നോക്കുന്നു. ഇവർ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ തട്ടിങ് പറിച്ചിട്ട്, ഇതാണോടാ അതിന്റെ ലഗേജ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മറ്റേ പഴയ ഒരു ലുങ്കി, മറ്റേ കുടിയന്റെ ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സംഭവം ഉണ്ട്. പിന്നെ മറ്റേ നമ്പർ 2 സാധനം ഉണ്ടായിരുന്നു. ഞാനത് എടുത്ത് സിബ് പറഞ്ഞ് എൻ്റെ ട്രോളി ബാഗിലായിട്ട് എടുത്ത് വെച്ചിട്ട് സുരാജ് ഞങ്ങളോട് അന്തസ്സായിട്ട് നടന്നു പോയി അവിടെ. ഇനി ഇക്കാടെ ഒരു പാട്ട് ഇപ്പൊ വേഷപ്രച്ഛന്നമായിട്ട് വന്നിട്ട് കാണിക്കുന്നതിലാണോ കൂടുതൽ കമ്പം? നമ്മള് ഈ പറഞ്ഞ പോലെ ഞാൻ പാട്ടുകാരനാകണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങി വന്ന ഒരാളാണ് ഈ ഫീൽഡിൽ. നീ ഇറങ്ങി വരരുത്, കേറി പോണം. അല്ല, ഇറങ്ങി വന്ന എന്താണെന്നറിയോ? ഇറങ്ങി വന്നു എന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി എന്ന് പറഞ്ഞാൽ നേരെ ഞാൻ കിണറ്റിലോട്ടാണ് പാട്ടുകാരനാകാൻ ഇറങ്ങിയത്. അതിന്റെ യഥാർത്ഥ കിണറ്റിൽ തന്നെ കിടക്കുന്നു തോന്നുന്നു. അല്ല, ഞാനത് തിമിംഗലമായതുകൊണ്ട് ആ കിണറ്റിൽ തന്നെ ഇങ്ങനെ കിടക്കാം. അപ്പൊ എന്തായാലും ഈ കിണറ്റിൽ ഇറങ്ങിയിട്ട് സാധകം നമ്മൾ അന്ന് സർഗത്തിലെ പാട്ടിനകത്ത് ഈ പിന്നെ കുളത്തിലിറങ്ങി ആ സാധനമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇതെല്ലാം സിനിമയെന്ന് ഈ പറഞ്ഞ പോലെ ഉൾക്കൊണ്ട്, അതെ, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാട്ടിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. പിന്നെ ഈ പാട്ടുകൾ ഇങ്ങനെ പാടാൻ വേണ്ടി. പക്ഷെ വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ നല്ല പാട്ടുകാരുണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പാട്ടുകാരെ എല്ലാം അനുകരിച്ച് പാടാൻ തുടങ്ങി.
അതിൽ വെറൈറ്റി ആയിരുന്നു രാജ അപ്പൊ ഒന്ന് അനുകരിച്ച് പാടാവോ അല്ലേ? ആ പാട്ട് 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 പാടാം. ആ അപ്പൊ ഇതിനകത്ത് എഫക്റ്റ് ഇട്ട് തരണേ പ്ലീസ്. ഇത്തിരി എഫക്റ്റ് ഇട്ട് കൊടുക്കണം, പുള്ളിയുടെ പാട്ടിന്റെ ഡിഫക്റ്റ് അറിയാതിരിക്കണം. அப்போ எஸ்பிபி ഇവിടെ വരികയാണ്. லிரிக் இல்லாம கூட டியூன் கேட்டா கண்ணீருந்து தண்ணி வர மாதிரி இருக்கணும். அதில் எனக்கு கிடைச்ச ஒரு நல்ல சாங் தான் இது. நீங்கள் எல்லாம் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. என்ன சத்தம் இந்த நேரம் உயிரின் உயிரா, என்ன சத்தம் இந்த நேரம் நதியின் ஒளியா, கிளிகள் பக்கம் வருதா, ஆதலால் சத்தம் வருதால் அடடா, என்ன சத்தம் இந்த நேரம் உயிரின் உயிரா, என்ன சத்தம் இந்த நேரம் நதியின் ஒளியா. இது எனக்கு ரொம்ப பிடிக்கிற சாங். நீங்கள் நான் கைத்தட்டி ஆசீர்வாதம் பண்ணுங்க. நன்றி நன்றி வணக்கம். അണ്ണ പെർഫെക്റ്റ് വോയിസ്. ഗോൾഡ് ഈസ് ഗോൾഡ് അല്ലേ? അത് പൊന്ന് തന്നെയാണ് കേട്ടോ, പഴയതെല്ലാം. ഇനി നമുക്ക് ഇക്കാടെ ഇത്തയെ ഒന്ന് കാണണം. ഇക്കാടെ എത്താ അതെ ഇക്കാടെ ഇത്ത വൈഫല്ല, വൈഫ് സുഖമായിട്ടിരിക്കുന്നല്ലോ. മകൻ ഇക്കാര അത്രയെ പൊക്കമുണ്ട്. ഇതേ ഇല്ലേ, എന്നെക്കാളും പൊക്കമായി. ആണോ? ആ. ഗംഭീരമായിട്ട് എടുക്കാം. ആളെന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞത് ഇക്ക ഇമിറ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ ആമിനാത്ത. ആമിനാത്ത എന്ന് പറയുമ്പോ അബീക്കയുടെ മുഖമാണ് ആദ്യം ഓർമ്മ വരുന്നത്. അങ്ങനെയല്ല, തിരിച്ചു പറയണം. അബീക്ക എന്ന് പറയുമ്പോ ആദ്യം ആമിനാത്തയുടെ ശബ്ദമാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, ആമിനാത്ത വേണ്ടേ? വേണോ? പിന്നെ വേണം. അപ്പൊ ഞാൻ ഇത്തായോട് എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കാം. ഇത്ത എന്നാ മോനെ സുരാജ്, ഇത്ത ഇക്ക എങ്ങനെയുണ്ട്? വീട്ടില് സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന എങ്ങനെയുണ്ട്? നമ്മളെ കെട്ടിയോനാ? ആ കെട്ടിയ എന്റെ കെട്ടിയോന്റെ കാര്യം അറിഞ്ഞോ മോനെ? രായപ്പൻ എവിടെ അറിയാൻ? രാജാ സാഹിബ്. ആ സായിപ്പണാ? ആ നാട്ടിലൊക്കെ എങ്ങനെയാ വിളിക്കുന്നത്? അതെ. പിന്നെ അതും പറഞ്ഞ് അങ്ങ് പോവാ, ഇവിടെ വിഷയത്തിന്ന് പോവാ. അവനൊരു ഇത്ര നീളം കിട്ടി, അതുകൊണ്ട് അതങ്ങ് വലിപ്പിച്ച് അങ്ങ് പോകും. അല്ല ഞാനൊന്ന് പറയട്ടാ. പറയത്ത. അപ്പൊ മോനെ ഇക്ക ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചായിരുന്നു, അറിഞ്ഞായിരുന്നു? എന്റെ മോനെ പാവം വെയിലത്തും മഴയത്തും ഇങ്ങനെ ഇലക്ഷൻ വർക്കായിട്ടേ ഒട്ടിക്കാനും വശത്തേക്ക് എല്ലാം പുള്ളി തന്നെയാട്ടോ. ആ പക്ഷെ കെട്ടി വെച്ച പൈസ പോലും കിട്ടൂല എന്ന് പറഞ്ഞതാണ്. ആര് പറഞ്ഞു? ഇക്ക തന്നെ പറഞ്ഞു. അത്രയ്ക്ക് ഉറപ്പായിരുന്നു. കോൺഫിഡന്റ് ആ പക്ഷെ എനിക്ക് എന്റെ കെട്ടിയോനല്ലേ വലുത്. അപ്പൊ ഈ പുള്ളിക്കാരൻ തോക്കൂന്നുള്ള ഉറപ്പായി. അപ്പൊ ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക ഇലക്ഷന്റെ തലേ ദിവസം. എന്റെ കെട്ടിയോൻ മാത്രമല്ലല്ലോ, ഈ മത്സരിക്കണ എല്ലാവരും ഒരാൾ മാത്രം ജയിക്കണത് ശരിയാണോ? ഞാൻ ആലോചിച്ചപ്പോ അതത്ര ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരൊക്കെ ബുദ്ധിമുട്ടുന്നതാ. അപ്പൊ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അറിഞ്ഞായിരുന്നോ? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ ജയിക്കുള്ളൂ. അത് നേരത്തെ അങ്ങനെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്ന ആൾ തോക്കുമായിരുന്നു. ഇതിപ്പോ തലതിരിച്ച് ഓരോ സർക്കാർ വരുമ്പോ ഓരോ മാറ്റങ്ങളാണല്ലോ. മാറ്റങ്ങളല്ലേ? അപ്പൊ അത് പോട്ടെ. അങ്ങനെ മോനെ സുരാജ്, എന്റെ കെട്ടിയോന്റെ വിഷമം സഹിക്കാൻ വയ്ക്കാതെ ഞാൻ ഉടനെ തന്നെ കമ്മീഷനെ വിളിച്ചു. കമ്മീഷണറെ. കമ്മീഷണറോ? ഇലക്ഷൻ കമ്മീഷണർ? കമ്മീഷനെ. കമ്മീഷന്റെ ആളുകളാണല്ലോ ഒക്കെ. ഞാൻ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഹലോ കമ്മീഷനല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കാൻ പറ്റുമോ ഇവരെല്ലാരെയും കൂടെ? അപ്പൊ അവര് പറഞ്ഞു പറ്റൂല, അതിനുള്ള ഇതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിനെ കൊണ്ടൊന്ന് ഓട്ടെണ്ണിക്കാൻ പറ്റുമോ? അങ്ങനെ ആവുമ്പോ പിന്നെ ആരെയും തോപ്പിക്കൂലല്ലോ, എല്ലാരെയും. സാധനം. അങ്ങനെ ഒരു കഥ നമ്മൾ ഇത്തായിലേക്ക് ഇട്ടങ്ങ് കൊടുക്കും. അതാവുമ്പോ ഇത്തായില് പൊതിയുമ്പോ ആർക്കും ഒരു പരാതിയില്ല. ഉഗ്രൻ. ഇനി നമുക്ക് പിന്നെ വേറെ ഒന്നറിഞ്ഞാ എന്താ? എന്റെ കെട്ടിയോ ജയിച്ചോ? അതെങ്ങനെ? അതല്ലേ ഇപ്പോഴത്തെ ഈ കേരളത്തിലെ ഒരു അവസ്ഥയാ എന്റെ കെട്ടിയോ. അതായത് സാധാരണ നമ്മളെ ആ ബാർഡില് കുതിരച്ചിഹ്നത്തിലുള്ള ആളെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൂ ഇന്ന് വരെ. പക്ഷെ എന്റെ കെട്ടിയോൻ ജയിച്ചു. എന്റെ കെട്ടിയോന്റെ ചിഹ്നം എന്താണെന്നറിയോ? ഏതാ ചിഹ്നം? കഴുത.
ആ കഴുത ചിഹ്നത്തിന് എന്റെ കെട്ടിയോൻ ചോദിച്ചു, വേറെ ഒന്നും ആയിട്ടല്ല. ഈ പൊതുജനം എന്ന് പറഞ്ഞ കഴുതയ്ക്ക് കുതിര ഏതാ കഴുത ഏതാന്ന് തിരിച്ചറിയാം. നമ്മളെ പോലെയുള്ള ഒരു കെട്ടിയോൻ. സത്യവാ ഇപ്പൊ നടന്നു വരുന്ന അത് തന്നെയാണ്. എന്റെ ഇത്ത കലക്കി ഇത്ത അല്ല ഇക്ക എല്ലാം തിരിഞ്ഞു വന്നു. എല്ലാം അബി കലക്കി. ഇക്കാന്ന് വിളിക്കണ്ട, അബി ഇത്താന്ന് വിളിച്ചാൽ മതി. ഇനി അബീക്കാന്ന് മാറ്റിട്ട് അണ്ണൻ പറഞ്ഞ പോലെ അബീത്താന്ന്, അബീത്താന്ന് അതാ പറയാം. ചേട്ടാ ശബ്ദത്തിൽ ഒരു പാട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടു, സലാല മൊബൈൽസിൽ അതെ തന്നെ അല്ലേ? സലാല കേട്ടില്ലായിരുന്നാ? ഒരു അടിപൊളി ഒരു റോക്ക് സോങ്. ഞാൻ പാട്ട് പാടൂല, പക്ഷെ എന്നെ കൊണ്ട് ഗോപി സുന്ദർ അങ്ങ് പാടിച്ചു. ഈ പാടാത്ത വീണയും പാടും. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതെ, ഇയാളുടെ ഭാഗ്യം ഓർത്ത് ഞാൻ അസൂയപ്പെടുകയാണെന്ന്. അതെന്താടാ? ഈ ഗോപി സുന്ദറിന്റെ ഒക്കെ ഇതിൽ പാടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ? ശരിയല്ലേ? തീർച്ചയായും അതിന്റെ രസം പറഞ്ഞു ഇക്ക പാടാൻ പോവാ. പാടാൻ പോലെ അന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഈ ഇടയ്ക്ക് കുറച്ച് ഡയലോഗ്സും കുറച്ചിങ്ങനെ മിക്സിങ് അബിക്ക് വായി തോന്നിയത് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വായി തോന്നിയത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പാട്ടല്ലേ ഒന്നില്ലെങ്കിലും സിനിമയുടേതായ സ്റ്റാൻഡേർഡെങ്കിലും വേണ്ടേ. പോരാത്തിന് ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന സിനിമ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മുമ്മ വാപ്പാടെ ഉമ്മ ഒരു പാട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരി ആ ബെഞ്ചേൽ ഇങ്ങനെ കാലും നീട്ടിയിരുന്ന് കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നിട്ടൊരു പാട്ടുണ്ട്. പൻപുറ്റ ഹംസറലി അല്ലാ ഝാടിട്ടെമ്പിയാസുവതിൽ മാറടാ വള്ളൽ നബി മഹമ്മൂദർ ഹൗലിൻ വെള്ളം കൂടിപ്പവനാരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ വന്ന വീലത്തോടെ വെള്ളം കുടിക്കട്ടെ സംസാരിക സരിക മകരി സംസാരിക സരിക. ഇത് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ പഠിച്ചതല്ല, ശരിക്കും ഉമ്മ അങ്ങനെ പാടി. അപ്പൊ അത് ഞാൻ റാപ്പാക്കി. റാപ്പാക്കിയപ്പോ എങ്ങനെയാണെന്നറിയോ? വൻപുറ്റ ഹംസറലി അല്ലാ ഝാടിട്ടെമ്പിയാസുവതിൽ മാറടാ വള്ളൽ നബി മഹമ്മൂദർ ഹൗലിൻ വെള്ളം കുടിപ്പവനാരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വീലത്തോടെ വെള്ളം കുടിക്കട്ടെ സംസാരിക സരിക സംസാരിക സരിക. ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് ഈ താത്താടെ പാട്ട് അറിയില്ല. ഞാൻ ഭയങ്കര തമിഴ് പാട്ടിന്റെ ആരാധകനാണ്. എനിക്ക് ഇവനോടുള്ള അസൂയ മുഴുവൻ അതാണ്. അപ്പൊ അന്നത്തെ ഒരു പാട്ട് ഞാൻ ഓർമ്മയുന്ന ഒരു പഴയൊരു പാട്ട് മലേഷ്യ വാസുദേവൻ പാടിയ കന്നിപ്പർവ്വത്തിലെ പടത്തിൽ മലേഷ്യ വാസുദേവൻ പാടിയ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റേഡിയോയിൽ അനൗൺസ്മെന്റ് വരും. അതുവരെ എനിക്ക് കാണാപ്പാടാണ്. ആ ഒരു പാട്ട് ഓക്കെ 4 പേര്. பார்த்த கண்ணு மூடாதா பாசம் என்னும் மீறச்ச ஆசையில நாம் வளர்த்த அள்ளி வைத்த வேளையில முள்ளிருந்து பட்டுதம்மா பட்டாலும் குப்பமில்ல பாவம் அந்த குணுக்கியே தாட்டு பட்டாலே கலந்தாலோ கற்பூரம் கரையுது என் மனசு உன்னால பாட்டு பட்டாலே கலந்தாலோ கற்பூரம் கரையுது என் மனசு உன்னால அடி சத்தியமா நான் இருப்பதுன்னால அடி சத்தியமா நான் இருப்பதுன்னால உயிர் போனாலும் என் ஆசை தீராது மனக்கல்லாலே ஆடலியே கண்ணம்மா மனக்கல்லாலே ஆடலியே கண்ணம்மா பட்டு வண்ண ரோசாவா பார்த்த கண்ணு மூடாதா பாசம் என்னும் மீறச்ச ஆசையில நாம் வளர்த்த அள்ளி வைத்த வேளையில முள்ளிருந்து பட்டதம்மா பட்டாலும் குத்தமில்லை பாவம் அந்த குணுக்கிய பாவம் அந்த குணுக்கிய பாவம் அந்த குணுக்கிய. നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അസലായിരുന്നു. ഇല്ല. അല്ലേ? ഒരു ഡിഫക്റ്റ് ഇല്ലാതെ നല്ല എഫക്റ്റ് ആയിട്ട് പാടിയത്. അതെ. അല്ല വേറൊന്നുമല്ല, ഞങ്ങളുടെ പരിപാടി മാത്രം ഇവര് കണ്ടാ പോരല്ലോ. ഇവിടെ ഒരുപാട് പരിപാടികൾ അല്ലാതെ ലൈവ് സ്കിറ്റുകളൊക്കെ ഒരുപാടുണ്ടല്ലോ. അതെ. അപ്പൊ അത് അതിക്കാക്കം കാണണം. പിന്നെ തീർച്ചയായിട്ടും കാണും. ഓക്കെ അപ്പൊ ദാ അവിടെ ഇരിക്കും. താങ്ക് യു. അല്ലിതെന്തായിട്ട്
ഈ പ്ലക്കാർഡും പിടിച്ച് പെരുവഴിയിൽ നിൽക്കുന്നത് ഇതെന്താന്ന് വായിച്ചു നോക്കണോ? തെരുവ് നായ ശല്യത്തിനെതിരെ നിരാഹാര സമരം 5-ാം ദിവസം. ആ ഒരാഴ്ച മുമ്പ് എന്നെ പട്ടി കടിച്ചാണ് അറിയാവോ? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. ചേട്ടാ പട്ടി കടിച്ചതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുക. പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തായിരുന്ന? എടുത്തില്ല. അതിന്റെ എടുക്കാൻ അതാ പട്ടിയെ കിട്ടണ്ടേ? എന്റെ ചേട്ടാ പട്ടിയുടെ പൊക്കിളിന് ചുറ്റും അല്ല, ചേട്ടന്റെ പൊക്കിളിന് ചുറ്റുമാണ് ഇഞ്ചക്ഷൻ. ഞാൻ ഇഞ്ചക്ഷൻ എടുക്കൂല. സർക്കാരിന്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കാതെ ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ലെന്നേ. അല്ലെങ്കിൽ ഈ തെരുവ് നായകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. സത്യമായിട്ടും. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന വഴി ആ. നമ്മുടെ സുമാറിനെ പട്ടി അടിച്ചെന്ന് പറഞ്ഞ അവിടെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുകുമാരനെ പട്ടി അടിച്ചതിന് എന്തിനാണോ വിപ്ലവം? സുമാറിനെ കടിച്ച പട്ടി ഏതാണെന്നറിയാമോ? ആ. ദാമോദരന്റെ പട്ടി ഗോവർദ്ധൻ. ഗോവർദ്ധൻ എന്നും പറഞ്ഞൊരു ഇനം ഉണ്ടോ പട്ടി? ആ നല്ല പൊക്കമുള്ള ഒരു പട്ടിയില്ലേ? ഡോബർമാൻ. എന്ത് പട്ടാണെങ്കിലും ആവട്ടെ, അത് കടിച്ചിട്ട് സുകുമാരനെ വിടണ്ടായില്ല. കൈയിട്ട് സുകുമാരൻ പട്ടിനെ തിരിച്ചു കടിച്ച്. അയ്യോ. പട്ടിനെ സുകുമാരൻ കടിച്ചെന്ന് പറഞ്ഞിട്ട് പട്ടി സംരക്ഷണ സമിതി അവിടെ പാഞ്ഞെത്തി. അവര് സുകുമാരനെതിരെ ആക്സിഡന്റ് എടുത്തേക്കാണ്. ഇപ്പൊ സുകുമാരൻ പട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് അവര് പറയണത്. മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂല എന്റെ ദൈവമേ. തീർച്ചയായും എന്റെ പൊന്നിയേട്ട പോയി പൊക്കിലിന് വെച്ച് ഇഞ്ചക്ഷൻ എടുക്കണേ, പേളകി തുടങ്ങി. ഞാൻ കോട്ടുമായിട്ടാണ്. ചില സമയത്ത് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവും. ആ ഇതിനെന്തായാലും ഒരു പരിഹാരം കാണാതെ ഞാൻ പോണ പ്രശ്നമില്ല. ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കല്ലേ. ഒരു പടി ചേട്ടൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി SI ഒരു പരാതി കൊടുക്ക്. പട്ടി കടിച്ചതിന്റെ അന്ന് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ SI പട്ടി കടിച്ചെന്ന് പറഞ്ഞ് പോലീസുകാരെ SI കൊണ്ട് ആശുപത്രി പോയി. എന്റെ ദൈവം SI മിന്നൽ രാജനെ പട്ടി കടിച്ച? മിന്നലാണോ ഇടിയാണോ SI ആണോ എന്ന് കടിക്കാൻ പറഞ്ഞ പട്ടിക്കറിയോ? അത് മാത്രമല്ല സ്റ്റേഷനകത്ത് കയറിയാ SI കടിച്ചത്. ഇതിങ്ങനെ പോയാലും എന്ത് ചെയ്യും ചേട്ടാ? ആ? ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. എന്താണ്? ഈ പട്ടി കടിച്ചവർക്ക് നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് വകയാണ് കൊടുക്കുന്നത്. അപ്പൊ ചേട്ടനാ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലൊന്ന് ചെന്ന് നോക്ക്. എടോ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ആണ്. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് അപേക്ഷ കൊടുത്ത് സെക്രട്ടറിയും പ്രസിഡന്റും കണ്ട് 3 ദിവസം ഞാൻ അവിടെ കയറി ഇറങ്ങി. ആ. അവസാനം പൈസയുടെ കാര്യം ഏകദേശം ഓക്കെ ആയപ്പോ പ്രസിഡന്റ് പറഞ്ഞ് സ്ഥലം കാണുന്നു. ആഹാ. ഞാൻ നേരെ കൊണ്ടുപോയി സ്ഥലം കാണിച്ച് ഒരു 7.5 സെന്റ് വസ്തു ഉണ്ട് എന്താണ് എനിക്ക് തരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞോ തന്റെ സ്ഥലമല്ല, തന്നെ പട്ടി കടിച്ച സ്ഥലം എവിടാന്ന് കാണിക്കാൻ. ഞാൻ നേരെ കൊണ്ട് കാണിച്ചപ്പോ പറയണത് ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തി അല്ല, ഇത് ചോറ്റാനിക്കര പഞ്ചായത്തിന്റെ അതിർത്തിയാണ്. അല്ല ചേട്ടന് പട്ടി കടിച്ച സ്ഥലം ഏതാണ്? ദാ ഈ മുട്ടിന്റെ തൊട്ടുമേൽ. അതല്ലെന്ന്, എവിടെ വെച്ചാണ് ചേട്ടനെ പട്ടി കടിച്ചതെന്ന്? ഇതോ നമ്മുടെ സിറിയൻ പള്ളി ഇല്ലേ, ഉവ്വ. അതിന്റെ ഫ്രണ്ടിൽ വെച്ച്. ആ സിറിയമ്പള്ളി നമ്മുടെ ചോറ്റാനിക്കര പഞ്ചായത്തിലാണ് അത് ഇരിക്കുന്നത്. ആണോ? ആ അപ്പൊ ആ ചോറ്റാനിക്കര പഞ്ചായത്തിൽ പോണം. എടോ ചോറ്റാനിക്കര പഞ്ചായത്ത് ഞാൻ ചെന്ന് ആ. അതല്ലേ രസം. ഉച്ചയൂണ് സമയത്താണ് അവിടെ കയറി ചെന്നത്. ആ രസം സാമ്പാറൊന്നും അല്ല. ആ. നേരെ പഞ്ചായത്തിന്റെ അവിടെ ചെന്നപ്പോ പഞ്ചായത്തിന്റെ വാതിൽ പടി നിൽക്കുകയാണ് 9 പട്ടികൾ. ആ. പിന്നെ ഞാനും. അപ്പൊ 10 പട്ടികൾ. ആ 10 പട്ടി അതൊന്നും അല്ല, 9 പട്ടി നിൽക്കുക. പഞ്ചായത്തിനകത്തുള്ളവരെ പുറത്തിറക്കണതുമില്ല, എന്റെ പഞ്ചായത്തിനകത്തോട്ട് കേട്ടില്ലേ ഈ പട്ടികൾ. ഇതിങ്ങനെ ഒരാഴ്ചയായിട്ട് തുടർന്നോണ്ടിരിക്കുമല്ലേ. ആണല്ലേ? ആ ഇതിനൊരു പരിഹാരം കാണാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഇനി എന്ത് പരിഹാരം കാണാനാണ്? ആ ചേട്ടാ, നമ്മുടെ പഞ്ചായത്ത് മെമ്പറല്ലേ സോളമൻ, പുള്ളി വന്നിട്ട്, പുള്ളിനോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആ വരുന്നവൻ സോളമനാ? ആ അത് കപ്പലണ്ടി സോളമനല്ലേ? ഇവരെപ്പോഴും സോളാറായത്. സോളാർ കേസിലെ കഴിഞ്ഞ ദിവസം പുള്ളി പുറത്തിറക്കി. ആ കണ്ട കപ്പലണ്ടി കച്ചവടക്കാരനേക്ക് നാടാവൂല്ലേ? അത് ഏറ്റുപിടിക്കാൻ തന്നെ പിന്നണിയിൽ ആരും ഇല്ല. അതെ 365 പാർട്ടികളുണ്ട് ഇപ്പൊ, അണികളില്ല, എല്ലാവരും നേതാക്കന്മാരാ. അപ്പൊ ബൂസ്റ്റപ്പ് വേണമെങ്കിൽ അവനവൻ തന്നെ വിളിച്ചോണ്ടിരിക്കണം. പിന്നെ സുഖമല്ലേ? എന്തൊക്കെയാണ് പിന്നെ വിശേഷം? ഭയങ്കര സുഖമല്ലേ? ഇവിടെ താൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ആണല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും പറയുന്നത് എന്താണ്? ഈ പാവത്തിനെ പട്ടി കടിച്ച്. ആരാണോ തന്നെ പട്ടിയെ കടിച്ചത്? പട്ടിയെ കടിച്ചതല്ലെന്ന്, ഒരാഴ്ചയായിട്ട് പട്ടി കടിച്ചത്. എന്റെ ദൈവമേ, ഒരാഴ്ച തന്നെ പട്ടി കടിച്ചതാ. ഇവിടെ പട്ടി കടിക്കുമ്പോ ഓടി രക്ഷപ്പെടണ്ടേ? അവിടെ നിന്ന് കൊടുക്കാവോ? ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? എടോ ഒരാഴ്ചക്ക് മുമ്പ് ഇയാളെ പട്ടി കടിച്ചെന്ന്. ആണോ? എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ? അതെ ഇങ്ങോട്ട് വന്നേ. ഇയാളേതോ സംവിധായകന്റെ പട്ടിയാണ് കടിച്ചെന്തോ. എന്താണത്? ആക്ഷൻ എന്ന് കുറക്കണം. എടോ അത് പേയളകളാണ്. ഇയാൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. അത് പേയൊന്നുമല്ല, ഞാൻ തുമ്മിയതാണ്. ഇതിനൊക്കെ ഓരോ എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കാം. എനിക്ക് അപ്പുറം ഒന്നും പറയാൻ. ഈ പാവപ്പെട്ടവരെ പട്ടി കടിച്ചാൽ ആ പാവപ്പെട്ടവൻ എന്തിനാ രാജിവെക്കണത്? ഇവിടെ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട്. എന്ത് പങ്ക്? തനിക്കറിയാല്ല, നിയമസഭയില് മുണ്ടുലിയല് ഇടി തല്ലിപിടുത്തൊക്കെയാണ് നടക്കാറ്. ഈ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു MLA ഷോൾഡറിൽ കടിച്ച സംഭവം എനിക്കറിയാവാ. ഒരു വനിതാ പ്രതിനിധി അത് TV-യിലൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച്. അപ്പൊ തെരുവ് പട്ടികൾ കണ്ടു കാണും. പട്ടികൾ ചെയ്യേണ്ട കാര്യം മനുഷ്യൻ ചെയ്യണോണ്ട് ഈ വർഷം ഓടിച്ചിട്ട് പട്ടി കടിക്കല്ലായിരുന്ന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. ഇവിടെ തനിക്ക് ഇതല്ലാണ്ട് വേറെ പറയാനില്ലേ? മുഖ്യമന്ത്രിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കിടക്കണം, അങ്ങനെ അത് ചെയ്യട്ടെ. നിങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യം ചെയ്യുന്നത്, അതിനല്ലേ നിങ്ങളെയൊക്കെ പഞ്ചായത്ത് മെമ്പർമാരാക്കി. ആവർത്തനം പറയല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണല്ലേ? ഇവിടെ ചുംബന സമരം ഉണ്ടായി. ചുംബന സമരം ഉണ്ടായപ്പോ ഞാനല്ലേ അതിനെതിർത്തത്. എന്നിട്ട് താനൊക്കെ എന്റെ കൂടെ ഇന്നാ. എന്നിട്ട് ഇപ്പൊ എന്തായി?
ചുംബന സമരം നടത്തിയവരെ ഇപ്പൊ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തേക്കുന്നു. പിന്നെ ചുംബന സമരം നടത്തിയവരെ ബൈബിൾ കൺവെൻഷൻ നടത്തി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് അറിയാവുന്ന പണി അവര് ചെയ്യട്ടോ, തനിക്കറിയാവുന്ന പണി താൻ ചെയ്യണോ? എന്ത് പണി? തോളാറ് വീഡിയോ ഉണ്ടോ എടുക്കാൻ? സീഡി തന്നെ സീഡി ഇറങ്ങാണ്ട് നോക്കിക്കോ. ഞാൻ പറഞ്ഞ നമുക്ക് സംസ്കാരം ഇല്ല. തന്റെ സംസാരം ശരിയല്ല, അത് പറ. അതല്ല, നമ്മുടെ സംസ്കാരം ശരിയല്ല. ഇപ്പൊ തന്നെ ഉമ്മ വെക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട കാര്യമുണ്ടോ? അമേരിക്കക്കാരെ കണ്ടുപിടി. നമ്മളിപ്പോ അമേരിക്കയിൽ ചെന്നൊരു പെണ്ണിനെ കണ്ടു ഉമ്മ വെക്കണമെന്ന് വെച്ചാൽ അവളോട് ചോദിക്കാം എക്സ്ക്യൂസ് മീ എസ് പി എന്നുവെച്ചാൽ ഇംഗ്ലീഷാണ്. ഉമ്മ വെച്ചിട്ട് ചോദിക്കാണ്. അപ്പൊ അവള് പറയും അതിനെന്തായിട്ടോ ഉമ്മ വെച്ചോ. അപ്പൊ കെട്ടി പിടിച്ച് ഉമ്മ വെക്കാം. അമേരിക്കയില പിന്നെ എല്ലാം അമേരിക്കയിൽ പോയി ജീവിച്ചാൽ മതിയായിരുന്നു. ഇനി ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി റോഡ് നടന്നൊരു നമുക്ക് ഉമ്മ വെക്കണമെന്ന് വെച്ചാൽ നമ്മള് ചോദിച്ചാൽ മതി ഒന്ന് ഉമ്മ വെച്ചോട്ടെ. അപ്പൊ അവള് ക്യാൻചി കുഞ്ചി ഉമ്മ വെച്ചോ ചേട്ടാ എന്ന് പറയും. പിന്നെ വല്ല ചൈനയിലും പോയി ജീവിച്ചാൽ മതിയായിരുന്നു. ഇതെവിടെയൊക്കെ പോയി ജീവിക്കൂ. ഇവിടെ തന്നെ ജീവിച്ചാൽ മതിയല്ലേ? എടാ ഇനിയിപ്പോ കേരളത്തിലാണെങ്കിൽ ഒരു പെണ്ണ് നടന്നു പോകുമ്പോ നമ്മളെ ചോദിക്കേ ഒന്ന് ഉമ്മ വെച്ചോട്ടെ. അവളും പറയും ഉമ്മ വെച്ചോ, പക്ഷെ പുറത്താരോടും പറയട്ടെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. എടാ ഇങ്ങനെ ഉമ്മ വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവനവന്റെ ഭാര്യമാരും ഉമ്മ വെച്ചോ, ഒരു വിഷയമില്ലല്ലോ. എന്നെ ഭാര്യനെ ഉമ്മ വെച്ചിട്ടാണ് ഇന്നലെ വിഷയം ഉണ്ടായത്. എന്റെ ഭാര്യനെ ഉമ്മ വെച്ചു. എന്റെ ഭാര്യനല്ല, അപ്പുറത്തെ വീട്ടിലെ സതീശന്റെ ഭാര്യ. സതീശൻ കണ്ടുവന്ന് എന്തെന്നറിയാന്ന് പറഞ്ഞെന്നറിയാമല്ലോ. അതേ ചുംബനത്തിന്റെ കാര്യമൊക്കെ വിട്. എന്റെ കാലിലെ കടിയുടെ കാര്യം പറ. ഇതിനൊരു പരിഹാരം ആദ്യം ഉണ്ടാക്കിത്താ. ഹലോ ആ സാർ ഇങ്ങോട്ടോ. ഞാനിവിടെ സ്പോട്ടിലുണ്ട്. ശരി സാർ, ഓക്കെ സാർ, സന്തോഷം. നീ എന്താ പറഞ്ഞ ഈ നാടിന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലെന്നല്ലേ? എടാ ഇവനെ പട്ടികടിച്ച വിവരം കേന്ദ്രത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാ ചടങ്ങുകളും ഒഴിവാക്കിക്കൊണ്ട് മന്ത്രി ഇവനെ കാണാൻ എത്തുന്നു. താൻ ഭയങ്കര നോണയനാണ്. എന്താണ്? ഇവിടെ ഇയാളെ പട്ടി കടിച്ച കേസ് ഞങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞത്. ഇപ്പൊ അറിഞ്ഞുള്ളൂ. എന്നിട്ട് അയാൾ കേന്ദ്രത്തിൽ വിളിച്ചു പറഞ്ഞു മന്ത്രി എന്തോ നിങ്ങളോട് നിന്നോ, ഞാൻ ഒറ്റയ്ക്ക് പരിഹാരം ഉണ്ടായിക്കോളാം. നിന്നോ നിന്നോ. നമസ്കാരം 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 നമസ്കാരമുണ്ട്. കുട്ടി ആരെയാണ് കടിച്ചത്? അയ്യോ കുട്ടിയല്ല പട്ടിയാണ്. ഈ തിരുനാവായനെ കൊണ്ട് തോറ്റി, തെരുവ് നായനെ കൊണ്ട് തോറ്റി. നിയമസഭക്കുള്ളിലാണെങ്കിലോ അവിടെ ഇടിയും പേടിയും, നിയമസഭക്ക് പുറത്താണെങ്കിലോ പട്ടി ഓടിച്ചിട്ട് കടിക്കും. ഇപ്പൊ ഈ പട്ടിയുടെ കടി കാരണം കേരളത്തിലെ ചായക്കടകളിൽ ചെറുകടി പോലും ഉണ്ടാക്കുന്നതാണ് മന്ത്രിസഭയുടെ ഉത്തരവ്. അത് നല്ല തീരുമാനമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? ഞാനൊരു കാര്യം ഊന്നി പറഞ്ഞോട്ടെ? എല്ലാവരും പറയുന്നുണ്ട് പട്ടിയെ വന്ധീകരണം ചെയ്ത് വിട്ടുകൂടെ, വന്ധീകരണം ചെയ്ത് വിട്ടുകൂടെ എന്ന്. ആ പാവം പട്ടി എന്ത് പിഴച്ചു? അതിന് പകരം മനുഷ്യന് വന്ധീകരണം ചെയ്ത് വിട്ടാ പോരെ? അതല്ലേ ഐഡിയ, അതല്ലേ ഉപായം? ഹലോ തോളവൻ, എന്ത് കണ്ടിട്ടാ ഈ കൈകൊട്ടണത്? അല്ല വന്ധീകരണം നല്ല ഐഡിയ. പെണ്ണ് കെട്ടിയിട്ടുണ്ടാ? ഇല്ല. കുട്ടികളില്ലാത്ത കേസാ പറയണത്. കളയോന്ന്. ഇതിന് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കും. ഏത് വന്ധീകരണത്തിന്? അതിനല്ലടോ, ഞാൻ കേന്ദ്രത്തിൽ ചെന്ന് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കും. പിന്നെ പ്രധാനമന്ത്രിക്ക് എവിടെ പോയി നിവേദനം കൊടുക്കുമെന്നാ ഞാൻ പറഞ്ഞത്? ഡൽഹി പോയി നിവേദനം കൊടുക്കും. അദ്ദേഹം ഡൽഹിയിലൊന്നുമില്ല, ഇപ്പൊ ജപ്പാനില്ല. എന്നാ ഞാൻ ജപ്പാനിൽ പോകും. ജപ്പാനിൽ ചെല്ലുമ്പോ പുള്ളി അമേരിക്കക്ക് പോകും. എന്നാ ഞാൻ അമേരിക്കക്ക് പോകും. അപ്പൊ അദ്ദേഹം റഷ്യയിലേക്ക് പോകും. എന്നാ ഞാൻ റഷ്യയിലേക്ക് പോകും. അപ്പോഴേക്ക് ഞാൻ ചത്തുപോകും. ഞാൻ ചത്താലും ശരി ഞാൻ ഇവിടെയൊക്കെ പോകും. അപ്പൊ തനിക്ക് കാര്യം മനസ്സിലായടോ? തന്റെ പേരും പറഞ്ഞ് നമ്മുടെ മന്ത്രിക്ക് വേൾഡ് ടൂർ നടത്തണം. എടോ അതൊന്നുമല്ല, നിങ്ങൾ കാര്യം പറയണ മനസ്സിലാക്ക്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നാ പോരെ? മതി. മോനെ പാടാ വാ. എന്താണോ വരൂ വരൂ. എന്താണ് അതിങ്ങ തരൂ, ഇതിങ്ങ പിടിക്കൂ. എന്തിനാണ് ഈ വൃക്ഷത്തൈ? പറഞ്ഞു തരാം. പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ മേനകാ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. മേനകാ സുരേഷ് അല്ല, മേനകാന്തി പറഞ്ഞിരിക്കുന്നത്. പട്ടി കടിക്കാൻ വന്നാൽ രക്ഷപ്പെടാനായി ഓടി മരത്തിൽ കയറുക എന്നാണ് പറഞ്ഞത്. പട്ടി കടിക്കാൻ ഓടിച്ചിരുന്നവരെ മരത്തിൽ കയറിയാ പോരെ? അതെ. എന്റെ പട്ടി കടിച്ചതാ, എനിക്ക് പിന്നെ ഇതെന്തിനാ? എടോ താൻ ചത്തുപോയാലും ഉണ്ടല്ലേ വെട്ടി കത്തിക്കല്ല, അതിന് വേണ്ടിട്ടാ. എന്റെ ദൈവമേ, അത് മാത്രമല്ല, ഈ തൈ എവിടെയെങ്കിലും കൊണ്ട് നട്ടി ഇത് വലിയ മരമാകുമ്പോ 10-25 വർഷം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ചത്തുപോകൂലേ? നമ്മളൊക്കെ ചത്തുപോകും, അതിന് യാതൊരു സംശയമില്ല. ആരോഗ്യമുള്ള പട്ടികടി കൊള്ളാത്ത ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നാണ് നമ്മുടെ മന്ത്രിസഭയുടെ പുതിയ ലക്ഷ്യം. എന്റെ സാറ്, ഈ പുതിയ തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ? നമ്മളെയൊക്കെ പട്ടി കടിച്ചു കൊല്ലും. എടോ 10 പട്ടിക്ക് തിന്നാനുള്ള ശരീരം ഉണ്ടോ? പട്ടി കടിച്ചു എന്ന് മോങ്ങുന്നു. എവിടെ പട്ടി കടിച്ചത്? ഈ മുട്ടിന്റെ മേലിൽ. മുട്ടിന്റെ മേളിലല്ല. എത്ര കടി കടിച്ചു? 2 കടി. എന്നാ പിന്നെ ഒരു ചായയും കൂടി മേടിച്ചു കുടിക്കാൻ പാടില്ലായിരുന്നു. 2 കടി കടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം. ഇവിടെ കണ്ടില്ലേ ഈ ചാളാമുള കടിച്ചിട്ട് മനുഷ്യവിടെ മര്യാദ നിൽക്കണില്ല. ഒന്ന് പോടാ പോകുന്നു. ഒരു ചായക്കടയ്ക്ക് വേണ്ട കടി മൊത്തം ഉണ്ടല്ലോ മന്ത്രിയുടെ കാലില്. എല്ലാം ചായ കുടിക്കാൻ വിളിക്കുന്നത്. ഇത് തനിക്കൊരു കാര്യം മനസ്സിലായ? നമ്മുടെ കേരളം ഉണ്ടല്ല ഇപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഡോഗ്സ് ഓൺ കൺട്രി ആണ്. ശരിക്കും പേടിച്ചു വരി. വീണ്ടും എത്തിയിരിക്കുകയാണ് ചിരിയുടെ തമ്പുരാക്കന്മാർ. ഇനി ഇക്കാടെ ഒരു അനുകരണം.
പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലേഷ്യ വാസുദേവൻ നായർ. വാസുദേവൻ നായർ. ഞാൻ നമ്മുടെ അടുത്തൊരു വാസുദേവൻ നായർ ഉണ്ടായിരുന്നു. പുള്ളി റെഡി നമുക്ക് തുടങ്ങാം. അതെ തന്നെ. നായരെ പിടിച്ചു പോയാൽ പിന്നെ അപ്പൊ അത് അറിയാം. ഇക്ക പാടിയത് ഇക്ക പാടി ഇളയരാജയുടെ മ്യൂസിക് ആയിരിക്കും. ഇളയരാജയുടെ സ്പീച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും ഇമിറ്റേറ്റ് ഞാൻ കേട്ടിട്ടില്ല ഇളയരാജ. ഞാൻ imitate ചെയ്യാം. ഓക്കെ, ഇളയരാജ ആദ്യമായിട്ട് ഇതാ ഇമിറ്റേറ്റ് ചെയ്യാണ് രാജാ സാഹിബ്. எல்லோருக்கும் வணக்கம். எனக்கு பாடத்தான் தெரிந்தவர் பேசுவது நன்னாட வழக்கமில்லை. எந்த நானும் ஒரு பாட்டு பாடட்டே. இது நான் கம்போஸ் செய்த ஒரு பாட்டு. அப்போ இது வந்து நான் வேறொரு பாட்டு, அது நான் இன்ஸ்பிரேஷன் கிடைச்சது. இந்த பாட்டு கேளுங்க. ராசாத்தி ஒன்ன காணாத நெஞ்சில் காற்றாடி போலாடுது. ராசாத்தி ஒன்ன காணாத நெஞ்சில் காற்றாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே உன்னே தேடுது. ராசாத்தி ஒன்ன காணாத நெஞ்சில் കാറ്റാടി പോലാടുത്. ഇനി ഇക്കാടെ ആ പഴയ ഒരു അനുകരണം ഞാൻ കണ്ട് ഞെട്ടിയിട്ടുള്ള ഒരു 2 ഫിഗർ ഉണ്ട്. ഒന്ന് മമ്മൂക്കാടെയും പിന്നെ അമിതാഭ് ബച്ചന്റെയും. അമിതാഭ് ബച്ചൻ ഈ സീരിയസ് ഡയലോഗ് പറയുന്നതാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. അമിതാഭ് ബച്ചൻ കോമഡി ചെറിയൊരു ഡയലോഗ് മാത്രം. चाचा मैम आप सुनिए, मैं चौकरी कर रहा था। अब इतना पैरता अभी कुछ कहाँ गया? अब मुझे मालूम नहीं. ये मेरा दोस्त है राजा साहिब, मालूम होगा. अच्छा सिंगर है. ये हमारा दूसरा दोस्त है सूरज बाजार मोट. ये भारत अवार्ड मिल गया है इसको. तालियां देखिए, तालियां. ये क्या है कि मैं बहुत खुश हूँ इनके साथ मैं एक स्टेज में काम करना बहुत अभिमान की बात है. ഇപ്പൊ ഇക്കാണ് അമിതാഭ് ബച്ചന്റെ പരസ്യങ്ങൾക്കെല്ലാം വോയിസ് കൊടുക്കുന്നത്. മലയാളം തമിഴ് ആണോ? എന്തായാലും അമിതാഭ് ബച്ചന് വോയിസ് കൊടുക്കാൻ എന്തായാലും ഇക്കാക്ക് സാധിച്ചത് അതൊരു അനുഗ്രഹം തന്നെയാണ്. മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം. നമ്മള് ഇതുപോലെ അവാർഡ് നൈറ്റ്സുകളാണ് ഈ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ ആയിട്ട് വരുന്നത്. മിക്കപ്പോഴും നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. തീർച്ചയായിട്ടും വിജയിയൊക്കെ വന്നപ്പോ ഞാൻ അതെ, നമുക്ക് സുരേഷ് ഗോപി സാറിന്റെ ഫോട്ടോ എടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ സുരേഷ് ഗോപി ഒരു ആരാധിക വന്നിട്ട് ഫോട്ടോ എടുക്കും. ആരാധിക സുരേഷ് ചേട്ടാ, സുരേഷ് ചേട്ടാ ഭയങ്കര വലിയൊരു ഫാനാണ്. താങ്ക് യു. ഒരു ഫോട്ടോ എടുത്തോട്ടെ. 1 മിനിറ്റ്. എടാ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം. 1 മിനിറ്റ്. കാര്യം ഇപ്പോൾ നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കോമഡി നൈറ്റിൽ ഞാനുള്ളതാണ്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ ഓക്കെ. ക്യാമറ എവിടെയാണ്? ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് ക്യാമറ. ഓക്കെ ഓക്കെ, റെഡി സർ. റെഡി. അതെന്താ ക്ലിക്ക് ആയതിനു ശേഷം അതെ, അപ്പോഴാണ് പുള്ളിയുടെ റിയാക്ഷൻ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അതൊരു മാസ സാധനം. അതൊക്കെ മേലെ 2015 ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള മറ്റൊരു പാട്ടാണ് മൊയ്തീനിലെ പാട്ട് ശരിക്കും, അല്ലേ? അപ്പം അതിനുശേഷം കുറേ നല്ല പാട്ടുകൾ മലയാള സിനിമയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ ഹോണ്ട് ചെയ്യുന്നൊരു പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പാട്ട് എവിടെ ചെന്നാലും റിംഗ് ടോൺ ആയിരുന്നു. അതെ, ഒരു ദിവസം പള്ളിയിൽ ചെന്ന് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കും. പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ച് സുജൂദ് പോയപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരുത്തൻ്റെ ഇത് എല്ലാത്തിൻ്റെയും മൊബൈലിനകത്ത് ഈ റിംഗ് ടോൺ ഇതായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ഞാനും ഉൾപ്പെടെ നമുക്ക് അനുഭവം ഉണ്ടതാണ്. അപ്പോൾ ഈ പാട്ട് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് അന്ന് കേട്ടു നോക്കാം അല്ലേ. പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിലാൽ പിറന്ന പെണ്ണെ, എന്നിലെ റൂഹിലെ പകുതിയല്ലേ, എന്നിലെ നൂറായി നീ പിറന്നതല്ലേ.
മുത്തായി നീ മിന്നണ മാലയല്ലേ എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാ ഒലിയും നീയേ എൻ്റെ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ. ഇതിനെ വെച്ചിട്ട് എന്തെങ്കിലും കോമഡി ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഇക്കാണോ ഇക്കാടത്ത് ചോദിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ ഉണ്ടാക്കി തരാം. സ്പോണ്ടേനിറ്റിയുടെ ഉസ്താദാണ് അദ്ദേഹം. ഇതിനെ വെച്ച് അങ്ങനെ കോമഡി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും വേണമെങ്കിൽ ഒന്ന് രണ്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഇല്ലാതെ ഡിഫക്റ്റ് ഇല്ല. ഞാൻ പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാം, UDF ജനങ്ങളുടെ കണ്ണിലുണ്ടിയാണ്. അല്ല സാറേ, ഈ കണ്ണിലുണ്ടിയാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ നന്നായിട്ട് അങ്ങ് പൊട്ടിയല്ലോ. കണ്ണിലുണ്ണി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അത് കുത്തി പൊട്ടിക്കും. ജനങ്ങളങ്ങ് പൊട്ടിച്ചു. ഇപ്പോ എന്റെ വിഷമം ഞാനൊരു പാട്ടായിട്ട് പാടാം. എന്നിലെ പാർട്ടിക്കാർ പടച്ച പെണ്ണ് മറ്റുള്ള പാർട്ടിക്കാർ വളർത്തിയ പെണ്ണ് എന്നിലെ പിന്തുണ പകുതിയാക്കി എന്നിലെ PA ജയിലിലും ആക്കി എന്നിലെ നാശവും നീയേ എന്നിലെ ശാപവും നീയേ എന്നെ കുളം തോണ്ടിയ പെണ്ണ്. ഏത് കടവത്ത ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇലവരഞ്ഞിപ്പുഴ അത് അറബിക്കടലിൽ ചെന്നെത്തും. അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയക്കാർ കൈയിട്ട് വരാൻ നോക്കിയാലും കോഴപ്പണം അത് പാലയിൽ തന്നെ ചെന്നെത്തും. കാരണം ഈ പാലക്കാരൻ കോഴയെ സ്നേഹിച്ച പോലെ വേറെ ഒരു കാഞ്ചനമാലയും മൊയ്തീനെ സ്നേഹിച്ചു. ഇനി ഇക്ക ഒരു പുതിയ പാട്ടുണ്ടല്ലോ, ഇതുപോലെ തന്നെ 2015 ഏറെ ഹിറ്റായ ഒരു പാട്ടാണ്. അത് സ്റ്റാറുകളെല്ലാം കൂടി പാടിയ. അത് എന്റെ കൂടി ആവശ്യം. നാദർഷ എന്ന് പറയുന്ന നാദർഷയുടെ ആദ്യത്തെ പടം ഹിറ്റായ പടത്തിലെ പാട്ട് നമുക്ക് കേൾക്കാന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പാട്ടില് 3 പേരുടെ വോയിസ് അനുകരിച്ച് പാടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 പേരുടെ? എന്റെ ദൈവമേ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ 3 പേരെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാം. ഹെർക്കുലിയൻ ടാസ്ക്. അങ്ങനെ ഇതായിട്ടല്ല, അവരെ പോലെയൊക്കെ അനുകരിച്ച് പാടാം. അല്ല പെർഫെക്റ്റ് നമുക്ക് നോക്കാൻ പറ്റില്ല, ഡിഫക്റ്റ് ഇല്ലാതെ എഫക്റ്റോട് കൂടി പാടാം. അപ്പൊ ആദ്യം പൃഥ്വിരാജ് ഇവിടെ വട്ടെ. പൃഥ്വിരാജ്. എല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്കര ജാടയാണ്. മലയാള സിനിമയിൽ ഞാൻ വന്നപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ മൊയ്തീൻ, അമർ, അതുപോലെ അനാർക്കലി, ഈ സിനിമകളെല്ലാം ഹിറ്റായപ്പോൾ പലർക്കും ഇവിടെ കലിയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാട്ട് പാടാം. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് പെണ്ണേ. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് പെണ്ണേ. കള്ളു കുടിച്ചാലും പോകൂല, അത് സമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോകൂല, അത് സമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങളുടെ കൈ കൊടുത്താലും അത് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ദൂരെ എറിയില്ല സുന്ദരി പെണ്ണേ. ചെമ്പരത്തി പൂവെടുത്ത് തലയിൽ
നാട്ടിലെ ശശിയാകും ശശാങ്കനാകും ആ ചെമ്പരത്തി പൂവെടുത്ത് തലയിൽ ചുടുന്നു ഇന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ അത് കരളിനുള്ളിലെത്തിയാണ് പെണ്ണേ അത് കരളിനുള്ളിലെത്തിയാണ് പെണ്ണേ താങ്ക് യു അപ്പൊ ഇനി നമുക്ക് അടുത്ത വ്യത്യസ്തമായിട്ടുള്ള റൗണ്ടാണ് അശ്വതി റൗണ്ട്. ഇതെന്താ അശ്വതി റൗണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഒരു round പ്രശ്നം ആയി. ഇതാ. ഞാൻ ഏത് ചോദ്യ മത്സരത്തിന് പോയാലും ഞാൻ ഔട്ട് ഓഫ് ഓർഡർ ആദ്യത്തെ ചോദ്യം രണ്ടുപേർക്കും ആലോചിച്ച് ഉത്തരം പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. സുരാജിനും പറയാലോ. സുരാജേട്ടൻ എന്റെ ഞങ്ങൾ help ചെയ്യാം. സൈഡ്. സുരാജേട്ടാ കുറച്ച് ദിവസം എന്റെ സൈഡ് നിൽക്കേ, റെഡി. പറഞ്ഞു കൊടുക്കരുത്. നിരീശ്വരവാദികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് ചിത്രം ഏതാണ്? നിരീശ്വരവാദികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് സിനിമ. സുരാജേട്ടാ ഗോഡ്സ് ഓൺ കൺട്രി. ഒരു മലയാളം സിനിമയല്ലേ? ഇംഗ്ലീഷ് ചിത്രം. ഇംഗ്ലീഷ് ചിത്രം. ഇംഗ്ലീഷ് ശരിക്കും ചിത്രമാണോ അത്? ആ, സീരിയസ് ഇംഗ്ലീഷ് ചോദ്യമാണോ അതോ കോമഡിയാണോ? ആ അതെ, കുസൃതി നിറഞ്ഞ മറുപടിയാണ്. ചോദ്യമാണ്. നിരീശ്വരവാദികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് ചിത്രം ഏതാണ്? അത് നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമ കാണാത്തോണ്ട് ഇംഗ്ലീഷിനോ ഡാവെഞ്ചി കോഡാണോ? മലയാള സിനിമകളെല്ലാം സീരിയസ് അല്ല, സീരിയസ് ആയിട്ട് എടുക്കരുത്. നിരീശ്വരവാദികളാണ്. ഈശ്വരൻ ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് ചിത്രം. ഗോഡ്സില. ഞാനത് അന്നങ്ങനെ മനസ്സിൽ എത്തിയപ്പോഴും സുരാജ് ഇല്ല. ഗോഡ്സ് ഇല്ല. Gods ഇല്ല. Gods അതാണ് ഇല്ല. right Correct. answer. ഇപ്പൊ അടുത്ത ചോദ്യം ഇതുപോലത്തെ അല്ല, ഇത് വേറെ പോലത്തെ ചോദ്യം. ഉറങ്ങാൻ നേരം മിന്നാ മിനുങ്ങ് തന്റെ കുഞ്ഞിനോട് എന്തായിരിക്കും പറയാ? നീ ആ ലൈറ്റ് ഒന്ന് അണച്ചു നോക്കിയാ എനിക്ക് ഉറക്കം വരും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങും. അത് correct ആണല്ലേ? പഞ്ച് കളഞ്ഞില്ലേ? ശ്ശേ. ഞങ്ങള് മിമിക്രിക്കാര് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ സമ്മതിക്കില്ല. സുരാജിനെ സുരാജേട്ടാ. Okay, ഇനി അടുത്തതിനോട്ട് സുരാജൻ മിണ്ടാൻ പാടില്ല. സുരാജിന് ബുദ്ധി വെച്ചു അല്ലേ? ചെറുതായിട്ട് കൂടെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു. നോമ്പ് സമയത്ത് നമ്മൾ കോഴി കൂട്ടിപ്പോയാ എന്ത് ചെയ്യും? കോഴി കൂട്ടിപ്പോയാ എന്ത് ചെയ്യും? കഴിക്കാൻ പറ്റത്തില്ല. ആ, എന്താ? കോഴി കൂട്ടി പോയില്ലേ? നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം വെച്ചാലും ഞാൻ പറയും. നോമ്പ് സമയത്ത് ആണെങ്കിലും ഏത് സമയത്തായാലും കോഴി കൂട്ടിപ്പോയാൽ പിന്നെ കൂടെ അടയ്ക്കാന്നുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കോഴിനെ പിടിച്ചിറക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നിർബന്ധിക്കണം. ഇല്ലേ, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കോഴിനെ ഇങ്ങനെ അങ്ങ് പിടിച്ചങ്ങ് ഇറക്കമേ കരഞ്ഞിട്ട് പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താണ്? ഇതൊരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? പഞ്ചാബികളെ അവസാനമായി പിക്കത് ഒരു സ്കോർ. പഞ്ചാബികളെ correct ആണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാനൊരു അത് പിന്നെ ആർക്കും പറയാവുന്ന കാര്യമല്ലേ? നീ പറയായിരുന്നു. പഞ്ചാബിൽ പോയാൽ പിന്നെ നമ്മള് പഞ്ചാബികളല്ല, പിന്നെ ഗുജറാത്തികളെ കാണാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ബംഗാളികളല്ലേ കാണാൻ പറ്റും. അത് അതെ, അത് ബംഗാളികൾ മാത്രമല്ല, ഇപ്പൊ ബംഗാളികളെ കുട്ടികളുണ്ട്, വൈഫുണ്ട്. ഇപ്പൊ എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ. ശരി, ഇനി ഞാനൊരു അബിക്കയ്ക്ക് ഞാനൊരു അവസരം തരാം. ഇദ്ദേഹത്തിനെ കുറിച്ച് താങ്കൾ ഒരു ബുക്ക് എഴുതുകയാണ്, ജീവചരിത്രം എഴുതുകയാണ്. അതിനുള്ള ഇല്ലേ, പുസ്തകം എഴുതാനുള്ള ഇല്ലേ? അല്ല, അത്രയും താളുകളുള്ള ഒരു പുസ്തകം കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അബിക്ക് അതിന് എന്തായിരിക്കും ഒരു പേരിടുക? എന്തെങ്കിലും ഇല്ലല്ല, എന്തെങ്കിലും ഇപ്പൊ എന്നെ കുറിച്ചുള്ള വിവരങ്ങൾ വിളിച്ച് പറയാം, എനിക്കറിയാം. അതിനാണല്ലോ നമ്മൾ എന്ത് പേരിടും? അല്ല ഞാൻ പറയാം, സീരിയസ് ആയിട്ട് പറയാം. വട്ടമരം. വട്ടമരം തീപ്പെട്ടിക്ക് മാത്രമേ കൊള്ളാവൂ, വേറെ ഒന്നും ഇങ്ങനെ തടിച്ചുണ്ടാവും വട്ടം. തിരിച്ചൊരു അവസരം തരാം. അബികയെ കുറിച്ച് ഒരു പുസ്തകങ്ങൾ താങ്കൾ എന്തായിരിക്കും പേര്? എഴുതിക്കോ. അതിനെന്ത് നാമകരണം കൊടുക്കും? അബിക്കായെ കുറിച്ച് ഒരു എന്താണ് ഉള്ളത് പുസ്തകം പറയണ്ട, എഴുതുകയാണെങ്കിൽ ഉള്ളത് പറയണ്ട. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചെയ്യും. ഇത് ഒരു പുസ്തകം എഴുതിത്തീരാൻ എത്ര സമയം വേണ്ട? ഹലോ, ഒരു പുസ്തകം എഴുതുകൾക്ക് എത്രയും സമയം വേണ്ട? പെട്ടെന്ന് പറയൂ. കേട്ടില്ല. മണ്ടയില്ല. മണ്ടേല. നെൽസൺ മണ്ടേല എന്ന് പറയുന്ന പോലെ അബി മണ്ടേല. അബി മണ്ടേല. മണ്ടയില്ല എന്ന് എനിക്ക് മണ്ടയില്ലാന്നാണ് ഉദ്ദേശിച്ചത്. അത് എങ്ങനെ വേണമെങ്കിലും ഇത് ഞങ്ങള് ഹ്യൂമർ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ചിരിയൊന്നും വരുന്നില്ലല്ലോ. ചിരിക്കാൻ വേണ്ടി പറഞ്ഞില്ല, ഞാൻ മണ്ടയില്ല. എനിക്ക് അതിന്റെ അവസാനം നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ അവസാനം നീ ഇഷ്ടപ്പെട്ടു. ഒന്ന് പറഞ്ഞ മണ്ടേല. അബി മണ്ടയില്ല. ഒരൊറ്റ ചിരി അങ്ങ് വെച്ചാൽ അപ്പൊ ഇത്രയേ
എന്തായാലും ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം. എന്താ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു? എന്റെ സ്റ്റൈലാണ്. സ്റ്റൈല ഞങ്ങൾ വിചാരിച്ചു വല്ല ഗമ്മങ്ങാനും വെച്ച് ഒട്ടിച്ച്. ഓക്കെ പറയ്. മൈ നെയിം ഈസ് ലണ്ടൻ ബിജു. ലണ്ടൻ ബിജു. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് കേട്ടിട്ടുണ്ട്. ലണ്ടൻ ബിജു ആദ്യമായിട്ട്. നാട്ടിക്കല്ലേ? ഇല്ല ലണ്ടൻ ബ്രിഡ്ജ് എന്നൊരു സിനിമയുണ്ട്. എന്റെ പേരിൽ സിനിമയുണ്ട്. ഉണ്ട് ലണ്ടൻ ബ്രിഡ്ജ്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ബിജു. ബിജു. ഓ നിങ്ങളുടെ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഈ മണ്ടന്മാർ ലണ്ടനിൽ. ഓക്കെ. ഞാനിപ്പോ ഇവിടെ എന്തിനാ വന്നെന്ന് അറിയാമല്ലോ? ഇല്ല. ഞാൻ ലണ്ടനിലെ നിങ്ങളുടെ മലയാളി അസോസിയേഷന്റെ മലയാളി അസോസിയേഷൻ. എവിടെ? ലണ്ടനില വീട്. മലയാളി ഷാ കിട്ടൂല. ഒരു പ്രോബ്ലംസ് ഷായനെ വിട്ടാര്. അപ്പൊ അവിടെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം. അതെല്ലേ? അതെ. അപ്പൊ അവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ദാദാ സാഹിബ് വന്നിട്ടുണ്ട്. ദാദാ സാഹിബ് പിന്നെ ദാദാ സാഹിബ് നിങ്ങൾ ഉദ്ദേശിച്ച രാജാ സാഹിബാണോ? അതെ, രാജപ്പൻ. രാജപ്പൻ അങ്ങനെയാണ് ആദ്യം ഇവനോട് വന്നത്. ആ പേരിലാണ് അന്ന് അടിച്ചു നമ്മളെ കമ്പനിയൊക്കെ കൂടി. അതെ അന്ന് ഈ കോട്ടൊന്നും കണ്ണാടിയൊന്നും ഇല്ലായിരുന്നു. നിക്കറിട്ടുണ്ടാ വന്നത്. അതെ. എന്തൊക്കെ പറഞ്ഞാലും ഏത് ആർട്ടിസ്റ്റുകൾ കേരളത്തിൽ നിന്ന് ലണ്ടനിൽ വന്നാലും എന്നെ കാണാതെ പോകാൻ പറ്റില്ല. എന്റെ വീട് എയർപോർട്ടിന് നേരെ അപ്പുറത്താ. പാസ് ചെയ്ത് പോകുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവും. ഫ്ലൈറ്റ് ഇങ്ങനെ മോളിൽ കൂടെ വന്നിറങ്ങും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാമിന് അബി കാക്കയ്ക്ക് എത്ര രൂപയാകും? എന്താ ഈ കുറെ കാ കൂടുതലാണല്ലോ. അല്ല, അത് നമ്മൾ ലണ്ടൻ ഒരു മാനേജ് സ്കിപ്പ് ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ പേര് അബീക്ക എന്നാണ്. അപ്പൊ നമ്മൾ അബീക്കനെ ഞാൻ വിളിക്കുമ്പോ അബീക്ക എന്ന് വിളിച്ചാൽ മതിയോ? ഓ ലണ്ടൻ ആവുമ്പോ ഇത്തിരി പിന്നെ ബഹുമാനം കൊടുക്കുന്നു. നിങ്ങൾ യു കെ എന്നല്ലേ വരുന്നത്? അതെ. അപ്പൊ യു കെ ഇട്ടൂടെ? സുരാജ് ഒന്ന് ലണ്ടൻ വരെ വരികയാണെങ്കിൽ എന്താണ് ആവശ്യം? എന്താണ്? ഒക്ടോബർ 12 ഫ്രീ ആണെന്ന് നോക്കി. ഒക്ടോബർ 12 ഫ്രീ. എന്തായിരുന്നു സംഭവം? ഒരു അവാർഡ് വന്നല്ലോ. അവാർഡ്? ലണ്ടൻ മലയാളി അസോസിയേഷൻ. ലണ്ടൻ മലയാളി അസോസിയേഷൻ. അല്ല, നമുക്ക് ഒരു അവാർഡ് കിട്ടിയതാണ്. ഇനിയിപ്പോ ഭരത് അവാർഡ് കിട്ടിയതാ. ഇവിടുത്തെ അവാർഡ്. അതിനൊന്നും വലിയ ഇതില്ല. ഇത് ലണ്ടൻ അവാർഡ്. ലണ്ടൻ സുരാജ് വിശേഷപ്പെട്ട അവാർഡ്. നല്ല അവാർഡാണ്. ഓക്കെ, ഒരു ദിവസം നമുക്ക് അവിടെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോരാ. എന്നാണത്? ഒക്ടോബർ 12. ഇല്ല, ഒഴിവില്ല. അപ്പൊ അന്ന് ഒഴിവില്ല. ഇല്ല. അബീക്ക ഏതോ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സിനിമയിൽ ആ അവാർഡ് അബീക്കക്ക് തരാം. ഏറ്റവും നല്ല നടൻ. വരൂ, ലണ്ടനിലേക്ക് വരൂ. നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിക്കൂ. അല്ല, പുള്ളിക്ക് ഒഴിവില്ലാത്തോണ്ട് ആ അവാർഡ് എനിക്ക്. പിന്നെ ഞങ്ങൾ അങ്ങനെയാണല്ലോ മലയാളികൾ. എനിക്ക് 12-ാം തീയതി ഒഴിവില്ല. നിങ്ങൾക്ക് ഒഴിവില്ല? തരാം കേട്ടോ. വയറൊക്കെ ചൊട്ടിച്ചിട്ട് വരൂ. നായകനായിട്ട് നല്ല നായകനുള്ള അവാർഡ് തന്നെ. വയറ് പൊട്ടിച്ചാൽ അവാർഡ് കിട്ടുമോ? ഞാനും ഇടയ്ക്ക് ആദ്യം പറയും അങ്ങനെ എന്നെ കാണട്ടെ. അല്ല, ചേട്ടൻ എങ്ങനെ ഈ ലണ്ടനിൽ എത്തിയത്? അല്ല, ലണ്ടനിൽ ചേട്ടൻ എന്താ തൊഴില്? ഞാൻ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ആണോ? ഫിലിം പ്രൊമോട്ടറാണ്. പ്രൊമോട്ടറാണ്. ഓ, അത് ശരി. ഫിലിമിനെ പ്രൊമോട്ട് ചെയ്യുക. ഇംഗ്ലീഷ് സിനിമകൾ അത് എന്ന് പറഞ്ഞാൽ എന്റെ ജോലി റിസ്ക് ആണത്. ആണല്ലോ. കമ്പ്യൂട്ടറിലാണോ? നമ്മള് ഒരു നൈറ്റിലെ 11 o'clock നമ്മള് നമ്മുടെ വെഹിക്കിളുമായിട്ട് ഔട്ട്സൈഡിലേക്ക് പോകും. രാത്രിയാണ്? രാത്രി അവർ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ചെന്നിട്ട് ഈ രാത്രി പോകുന്നോണ്ടാണ് ഇങ്ങനെ കറുത്തു പോയത്? ഇല്ല, അതുകൊണ്ടല്ലോ. അപ്പൊ രാത്രി പോകുമ്പോ കറക്കാനായിട്ട് വേറെ കാര്യമുണ്ട് അവിടെ. ഇവിടെ പകലായിരിക്കുമ്പോ അവിടെ രാത്രിയല്ലേ. അപ്പൊ ആ വ്യത്യാസം ഉണ്ടല്ലോ. ഓ, അതാണ് കറക്കുന്നത്. അങ്ങനെ പുള്ളി ശരിക്കും പകല് തന്നെ പോകുന്ന അവിടെ. നമുക്ക് ഇവിടെ രാത്രി എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ പകലാകുമ്പോ പുള്ളി ഇങ്ങോട്ട് വരും, അവിടെ പകലാകുമ്പോ പുള്ളി അങ്ങോട്ട് പോകും. അപ്പൊ ഇതിനിടയ്ക്ക് രാത്രി എന്ന് പറയുന്ന സമയം പുള്ളി അനുഭവിച്ചു. നമ്മുടെ വർക്ക്സ് എന്ന് പറഞ്ഞാല് ഞാൻ വെഹിക്കിളിന്റെ ബാക്കിൽ ഇത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് ഒരു പേപ്പർ പോലെ ഇരിക്കും, ഉല്ലിത. അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മൈദ കലക്കിയ പശ ഉണ്ടാവും, അതിങ്ങനെ അടിച്ചു പിടിപ്പിച്ചിട്ട് ഏതെങ്കിലും ഭിത്തിയെ കൊണ്ട് ഒട്ടിക്കും. ദിവസേന 4 ഷോസ്. പോസ്റ്ററോട്ടിപ്പായിരുന്നു ജോലി. അത് പിന്നെ ഇവിടെ ചെയ്താ പോരായിരുന്നോ? അത് ഇവിടെ പറയുന്നത്. അവിടെ അങ്ങനെയൊന്നും അല്ല പറയാം. അവിടെയൊക്കെ അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ജോലിയാണ്. പിന്നെ ഫിലിം പ്രൊമോഷൻ എന്ന് പറയുന്നത് വലിയ ഉദ്യോഗമല്ലേ അവിടെ. അപ്പൊ ഷോക്ക് വരില്ലേ? ലണ്ടനിൽ ചെല്ലാൻ ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കാന്ന്.
എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അബീക്കായും രാജാ സാഹിബേട്ടനും നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിലെത്തിയതിൽ. കോമഡി സൂപ്പർ നൈറ്റിന്റെ മനോഹരമായ മറ്റൊരു ചിരിയരങ്ങ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. അതോടൊപ്പം ഞങ്ങൾ ഒന്ന് പറയുന്നു, 2015 എല്ലാ ദുഃഖങ്ങളും മറന്നേക്കൂ. 2016 നമുക്ക് ചിരിക്കാം, കണ്ണുനീരിന് ടാറ്റയും പറയാം. കണ്ണുനീരിനു ടാറ്റ ചുടു, കണ്ണുനീരിനു ടാറ്റ. ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമത്തിന് തിരികൊളുത്താം. ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അമത്തിന് തിരികൊളുത്താം. ടാറ്റ.